إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഉസീക്കും വയ്യായ അവലം ബിത്തഖ്വല്ലാ. പരമോന്നതനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ആ റബ്ബിന് കടപ്പെട്ടവരായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ സ്വാഭാവികമായിക്കൊണ്ട് മനുഷ്യൻ്റെ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് ആലോചനകളുമുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കിണർ വേനലിൻ്റെ കാഠിന്യം കൊണ്ട് അത് വറ്റിയ കിണർ മഴയിൽ വീണ്ടും ജീവിക്കുമ്പോൾ, വീണ്ടും അതിൽ വെള്ളം നിറയുമ്പോൾ ആ കിണറിനെക്കുറിച്ച് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയെല്ലാം കൃഷിയിടങ്ങൾ, ഈ മഴയുടെ സമയത്ത് നമ്മുടെ കൃഷിയിടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സുകളിലൂടെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ഇത്തരത്തിലുള്ള ഭൗതിക ലാഭങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിന്തകൾക്കപ്പുറം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ട ചില ചിന്തകളെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ഖഹ്ഫിലൂടെ പറയുകയാണ്, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ആകാശത്ത് നിന്ന് അനുഗ്രഹീതമായിട്ടുള്ള മഴ നാം നിങ്ങൾക്ക് ഇറക്കി തന്ന്, എന്നിട്ട് ആ മഴ മൂലം തോട്ടങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങളും നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്ന് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തുൽഉൻ നദീദ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉയർന്നു നിൽക്കുന്ന നിലയിലുള്ള ഈന്തപ്പന തോട്ടങ്ങളും നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന് അവയ്ക്ക് അടുക്കുകളായിട്ടുള്ള കുലകളുമുണ്ട്
എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ് റിസ്ഖൻ ലിൽ ഇബാദ്, ഈ ഉണ്ടാക്കി തന്നിട്ടുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്കുള്ള ഉപജീവനമാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ് വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഴയിലൂടെ വെള്ളം കൊണ്ട് നിർജീവമായ രാജ്യത്തെ, നിർജീവമായ നാടുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുകയും ചെയ്തു. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാണ് മനുഷ്യൻ്റെ പുറപ്പാട്, അപ്രകാരമാണ് മനുഷ്യൻ്റെ പുനർജീവിതമെന്ന്. പ്രിയമുള്ളവരെ, ഈ ആയത്തിനെ കുറിച്ചാണ് ഈ മഴയുടെ വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഴ പെയ്തിറങ്ങുമ്പോൾ ആ മഴ കൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഴ കൊണ്ട് ഭൂമിയിൽ സസ്യലതാദികൾ കിളിർക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ഭംഗി പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ നാളെ വിചാരണയ്ക്ക് വേണ്ടിക്കൊണ്ട് മനുഷ്യനെ അത്ര നിസാരമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് പുനർജീവിപ്പിക്കുമെന്ന്, അവൻ്റെ പുറപ്പാട് അത്ര നിസാരമായി കൊണ്ടായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ല ബനി ആദമ യഅ്കുലുഹു തുറാബ് ഇല്ലാ അജ്ബ് ദനബ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മണ്ണ് തിന്നും, അതുറപ്പാണ്. അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മണ്ണ് തിന്നും. ഇല്ല അജ്ബ് ദനബ്, എന്നാൽ അജ്ബ് ദനബ് ഒഴികെ എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്താണ് അജ്ബ് ദനബ് എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു അസ്ഥിയാണ്. ആ അസ്ഥിക്കാണ് അജ്ബ് ദനബ് എന്ന് പറയുക. മിൻഹു ഖുലിക വഫീഹി യുറക്കബു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ അസ്ഥിയിൽ നിന്നാണ് മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹി യുറക്കബു, നാളെ വിചാരണയ്ക്ക് വേണ്ടി റബ്ബിൻ്റെ കോടതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അജ്ബ് ദനബിലൂടെ തന്നെ, ആ അസ്ഥിയിലൂടെ തന്നെ വീണ്ടും മനുഷ്യന് പുനർജീവിതം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ഒരു മഴയുടെ വേളയിൽ, ഈ മഴ പെയ്തിറങ്ങുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു ഓർമ്മ എന്നുള്ള നിലക്ക് നമ്മൾ ഓർക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മുടെ പുനർജീവിതത്തെ, നമ്മുടെ പുറപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. വലിയ വലിയ ബുദ്ധിയുടെ തേട്ടക്കാരായി ചമയുന്ന പല ആളുകൾ, അവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ നിസാരമായി കൊണ്ട് പഠിപ്പിച്ചു നൽകുകയാണ്. വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ അതിലൂടെ സസ്യലതാദികൾ ഭൂമിയിൽ നിന്നും മുളക്കുന്ന അത്ര ലാഘവത്തോടെ, അത്ര നിസാരത്തോടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നമ്മുടെ ഖബറുകളിൽ നിന്ന് നാളെ വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകേണ്ട മറ്റൊരു ചിന്ത, മഴ പെയ്യുന്ന ഈ ഒരു വേളയിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഹദീസ് ഉണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളാഹികൻ ഹത്താ അറാ മിൻഹു ലഹവാതിഹി ഇന്നമാ കാന യതബസ്സമു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അണ്ണാക്ക് കാണുമാറ് ചിരിക്കുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഹദീസിൽ നിന്ന് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. വാ തുറന്നുകൊണ്ട് അലസ്തമായിക്കൊണ്ടുള്ള ചിരി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അധികരിച്ചു കൊണ്ടുള്ള ചിരി, കസറത്തുൽ ലഹിക് തുമീതുൽ കൽബ്, നമ്മൾ അധികരിച്ചു കൊണ്ടുള്ള സദാ ചിരിയിലായി മുഴുകുക എന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ മരിപ്പിക്കുമെന്നുള്ളതാണ്. റബ്ബിനെ തൊട്ടുള്ള ഓർമ്മ, പ്രവാചകൻ്റെ സുന്നത്തുകളെ തൊട്ടുള്ള ഓർമ്മ, ഇതെല്ലാം ചിരി നമ്മിൽ നിന്ന് നഷ്ടമാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമതായിക്കൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? എന്നിട്ട് തുടർന്ന് പറയുകയാണ്, കാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ ഗുരിഫ ഫീ വജീഹി. ആകാശം കാർമേഘവൃതമാവുകയോ അല്ലെങ്കിൽ കാറ്റുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് മഴക്ക് മുന്നോടിയായിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയാസം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു ആശങ്ക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഞാൻ കണ്ടിരുന്നു എന്ന്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, ഇന്നന്നാസ ഇദാ റഅൽ ഗൈമ ഫരിഹു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജനങ്ങൾ
മഴയ്ക്ക് മുമ്പ് ആകാശം മൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ, മേഘം കൊണ്ട് ആകാശം മൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ സന്തോഷിക്കാറുണ്ട്. റജ അൻ യകൂന ഫീഹി അൽ മത്തറു, ആ കാർമേഘം മൂടുന്നത് മഴ വരാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങൾ സന്തോഷിക്കാറുണ്ട്. പക്ഷേ പ്രവാചകരെ, വഅറാക ഇദാ റഅയ്തഹു ഗുരിഫ ഫീ വജ്ഹിക അൽ കറാഹിയതു, എന്നാൽ മഴയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാർമേഘം മൂടലോ അല്ലെങ്കിൽ വല്ല കാറ്റോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കളുടെ മുഖത്ത് എന്താണ് ഇത്തരത്തിലുള്ള പ്രയാസമുണ്ടാവാൻ കാരണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അവിടുന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ആയിഷ, അല്ലയോ ആയിഷ, മാ യുഅ്മിന്നി അൻ യകൂന ഫീഹി അദാബുൻ, അല്ലയോ ആയിഷ, ഈ കാറ്റ്, മഴയ്ക്ക് മുമ്പുള്ള ഈ കാറ്റ് അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പുണ്ടാകുന്ന ഈ കാർമേഘവൃതമാകൽ, ആകാശം മൂടിക്കെട്ടുക എന്നുള്ളത്, അത് എന്തുകൊണ്ട് ഒരു ശിക്ഷയായിക്കൂടാ? എന്തുകൊണ്ട് അത് ശിക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പുറപ്പാടായിക്കൂടാ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഉദ്ദിബ ഖൗമുൻ ബിർരീഹ്, കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട, കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയുണ്ട്. പ്രവാചകൻ പറയുകയാണ്, വഖദ് റആ ഖൗമുൻ അൽ അദാബ്, ആ ജനതയിലേക്ക് ആ കാറ്റ് അല്ലെങ്കിൽ ആ മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ആകാശം മൂടിക്കെട്ടൽ വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദ ആരിദുൻ മുംതിറുന, ഇത് ഞങ്ങൾക്ക് മഴ പെയ്യിക്കാൻ വേണ്ടി വന്നിട്ടുള്ള മേഘമാണ്, കാറ്റാണ് എന്ന് അവർ പരസ്പരം സംസാരിച്ചിരുന്നു എന്നാണ്. ആദ് ജനതയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. 7 രാത്രികളും 8 പകലുകളും ആഞ്ഞടിച്ചു വീശുന്ന കാറ്റുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ് ജനതയെ നശിപ്പിച്ചു എന്ന് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വ അമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സുർസരിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂം ഫതറൽ ഖൗമ ഫീഹാ സുർഅ കഅന്നഹും മഅജാസു നഹ്ലിൻ ഖാബിയ. 7 രാത്രികളും 8 പകലുകളും ആഞ്ഞടിക്കുന്ന കാറ്റുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ, ആദ് ജനതയെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാ. ഈന്തപ്പനയുടെ തടികൾ കടപുഴകി വീഴുന്നത് പോലെ അവർ നിലംപരിശായി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ മഴയ്ക്ക് മുമ്പ് കാറ്റും ആകാശം മേഘാവൃതമാകുന്നതും കാണുമ്പോൾ എന്തുകൊണ്ട് ആയിഷ നിർഭയമായിക്കൊണ്ട് എനിക്ക് ചിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് എന്ന് വെച്ചാൽ, മഴ വരുമ്പോൾ ആരും സന്തോഷിക്കേണ്ട, ആരും ചിരിക്കേണ്ട, അതിലാരും ആനന്ദം കണ്ടെത്തേണ്ട എന്നുള്ളതല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ ഈ പ്രയാസങ്ങൾ, ഈ ശിക്ഷകൾ ഇങ്ങനെയെല്ലാം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത, ഒരു വിചാരം, ഒരു പേടി നമുക്ക് വേണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമാ ബഅദ്. ഉസീക്കും വയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, ആ റബ്ബിന് കടപ്പെട്ടുകൊണ്ട്, റബ്ബ് ഇഷ്ടപ്പെടുന്ന ആളുകളായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാവേണ്ട മറ്റൊരു ചിന്ത എന്നുള്ളത്, ഈ മഴ എന്ന വലിയ അനുഗ്രഹം നമുക്ക് നൽകിയ ഈ അനുഗ്രഹ പ്രദാതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചിന്തനീയമായ വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ കുടിക്കുന്ന ആ പാനീയം, ആ വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കി തന്നത് ഞാനാണോ അതോ നിങ്ങളാണോ? വളരെ ചിന്തിക്കേണ്ട വചനമാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. റബ്ബ് പറയുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ
കൈക്കുന്ന ഉപ്പുരസമുള്ളതാക്കിക്കൊണ്ട് നാം മാറ്റുമാറായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എത്ര തന്നെ നമ്മളെല്ലാവരും നിഷേധിച്ചാലും നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മുടെ മനസ്സുകളിൽ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യം? നാം എല്ലാം ദുനിയാവിൽ ജീവിക്കുന്ന ഈ കാലമത്രയും നാം എല്ലാം ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഈ ദുനിയാവിൻ്റെ ലൗകിക അഭിലാഷങ്ങളാണ്. അതിൽ നമുക്കാർക്കും തർക്കമല്ല. പണവും പ്രതാപവും കൊണ്ട് ഉയർന്ന ആളുകളുടെ ജീവിത രീതികളെ നോക്കിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, ആദമിൻ്റെ സന്തതിക്ക് സ്വർണത്തിൻ്റെ ഒരു താഴ്വാരമുണ്ടെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി, അതുപോലത്തെ സ്വർണത്തിൻ്റെ മറ്റൊരു താഴ്വാരം കൂടി ഉണ്ടാകാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദുനിയാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിറകിൽ പ്രിയമുള്ളവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നുപോയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ, നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയൊരു സമാഹാരമുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപോലെ നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. കണ്ണിന് കണ്ണായി, കാതിന് കാതായി, മിടിക്കുന്ന ഹൃദയമായി, ഒരുപാട് എണ്ണിയാൽ തീരാത്ത, അവസാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ റബ്ബിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികളെക്കുറിച്ച് റബ്ബ് പറയുകയാണ്, വിശ്വാസികൾ അവൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ പഠിക്കുന്നതിലൂടെ, റബ്ബിനെ ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യമെന്നുള്ളത് അത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് 5 വഖത്ത് കൃത്യമായിക്കൊണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നത്. നമുക്ക് വേറെ ആരെയും പേടിക്കാനില്ല. നമ്മൾ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ വേറെ ആരും നമ്മോട് ചോദിക്കാനില്ല. ആ റബ്ബ് നമുക്ക് നൽകുന്ന ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെല്ലാം. എന്നാൽ അതിലേക്ക് ഏറ്റവും വലിയ തടസ്സം എന്നുള്ളത് നാം ചെയ്യുന്ന തെറ്റുകളാണ്. ആ സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് നാം ചെയ്യുന്ന തെറ്റുകളാണ്. എന്നാൽ അതിനുള്ളൊരു പരിഹാരമായിക്കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ. അദ്ദേഹം പറയുകയാണ്, അൽ ഹുബ്ബു ഫില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇഷ്ടം ഒരു മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തുമെന്നുള്ളതാണ്. ശരിയായ ആരാധനാ കർമ്മങ്ങളിലേക്ക് അവനെ നയിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരവും സുന്നത്ത് നോമ്പുകളാവട്ടെ, എന്ത് ആരാധനാ കർമ്മങ്ങളും ആ റബ്ബിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ആരാധനാ കർമ്മങ്ങൾക്ക് ഇന്ന് വരെ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾക്ക് നമുക്ക് ലഭിക്കാത്ത ഒരു അനുഭൂതിയും ഒരു ആനന്ദവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സ്വർഗത്തെക്കുറിച്ച് കേട്ട് സ്വർഗം എന്ന് കേട്ടാൽ നമുക്ക് എന്താ ചിന്ത വരിക? ആ വാക്ക് മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ. പക്ഷേ ലബിനത്തും മിൻ ദഹബിൻ ലബിനത്തും മിൻ ഫില്ലത്തിൻ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ, വമിലാത്തുഹ അൽ മിസ്കുൽ അസ്ഫർ, ആ ഇഷ്ടികകൾ പരസ്പരം ഒട്ടിച്ചിട്ടുള്ളത് മിസ്കു കൊണ്ടാണ്, സുഗന്ധമേറെ വമിക്കുന്ന കസ്തൂരി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, വഹസ്ബാഉഹ അൽ യാഖൂത്ത് വൽ മർജാൻ, ആ സ്വർഗത്തിലുള്ള കല്ലുകൾ അത് മുത്തും പവിഴങ്ങളുമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തെ ഒന്നുകൂടി ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങളെ പഠിച്ച് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ മുന്നിടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക.
റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. പക്ഷെ പലപ്പോഴും ഈ ദുനിയാവിൻ്റെ പിന്നിലൂടെ ഓടുമ്പോൾ പ്രിയമുള്ളവരെ, ആ റബ്ബ് നൽകിയ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളെ ഞാനും നിങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ നന്ദി കെട്ട ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട് തീർക്കാൻ, റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഭാവനം ചെയ്യുന്ന, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പ്രവാചകൻ്റെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ വാപ്പ, ഉമ്മ, ബന്ധുമിത്രാദികൾ. അവരുടെ എല്ലാം ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മാറാ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം രോഗം റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീന മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അഖിമിസ് സ്വലാത്ത്.